കേരളത്തിൽ വികസിച്ചു വരുന്ന ഒരു കഥ പറച്ചിൽ രീതിയാണ് കഥാപ്രസംഗം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായി സമൂഹത്തിലെ ദുഷിച്ച പ്രവണതകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനായി ആരംഭിച്ച കലാരൂപമാണിത്. ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തലായി കണക്കാക്കാവുന്ന ഇന്ന് നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കലാരൂപത്തിൻ്റെ ഹാസ്യ പതിപ്പുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു നമ്മുടെ കാതികർ. എടോ തബലക്കാരാ, ട്യൂൺ ചെയ്യടോ. ആരെ ട്യൂൺ ചെയ്യണ്ടേ? ആ പുറത്തിരിക്കുന്ന ആ നീലശിലാട്ട കൊച്ചിനെ ട്യൂൺ ചെയ്താലോ? ഇവിടെ അവിടെ ട്യൂൺ ചെയ്യല്ലോ പറഞ്ഞ, തബല ട്യൂൺ ചെയ്യടോ. താൻ സമയമായല്ലോ, കമ്മിറ്റിക്കാരെ ഒന്നും കാണുന്നില്ലടോ. ഇല്ല, റെഡിയല്ലേ? റെഡിയല്ലേ? ആ റെഡിയാണ്, റെഡിയാണ്. റെഡിയല്ലേ? കാതികൻ എവിടെ? കാതികൻ കാതികനിപ്പോ വരും. വരുമോ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഇന്ന് എനിക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ഞങ്ങൾ പക്കമേളക്കാരെ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക. ശരി, ഓക്കെ. ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. പ്രിയ കലാസ്നേഹികളെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കൈതക്കാട് രമണൻ്റെയും സംഘത്തിൻ്റെയും കഥാപ്രസംഗം ഉടൻ തന്നെ ഈ വേദിയിൽ ആരംഭിക്കുന്നതായിരിക്കും. അടുത്തായി ഒരു പ്രത്യേക അറിയിപ്പുകളുണ്ട്. അടിച്ചു തളിക്കാരി ജാനു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിലേക്ക് വരേണ്ടതാണ്. അവിടെ ഞാൻ കാണും. അടിച്ചു തളിക്കാരി ജാനു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസിലേക്ക് വരണ്ട, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. കളിക്കാരി ജാനുവിന് ഒരു മാസം ശമ്പളം കൊടുക്കാനുണ്ട്, അതിനാണ് വരാൻ പറഞ്ഞത്. മനസ്സിലായോ? ശരി ശരി. മറ്റൊരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ ക്ഷേത്രക്കുളത്തിന് പരിസരത്ത് കെട്ടിയിരിക്കുന്ന ആന ലേശം പിശകാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ കണ്ടാൽ ഇതൊന്നും വേണ്ട, പരിപാടി തുടങ്ങാം. ഓക്കെ? അതെ, എന്താ ഈ എക്കോ എങ്ങാനും വരുമോ? എക്കോ വന്നാ പരിപാടി പൊളിയും കേട്ടോ. എക്കോ വന്നാ പരിപാടി പൊളിയേ? അതെ. പരിപാടി പൊളിക്ക് ആരെങ്കിലും ഇവിടെ വന്നാൽ ഞാൻ ചവിട്ടിക്കൂട്ടി സ്റ്റേജിന് പുറകിലിടും. എക്കോ മനസ്സിലായ? ശരി. നിങ്ങൾ മൊത്തത്തിൽ എല്ലാവരും ഓർക്കസ്ട്രക്കാരല്ലേ? എല്ലാവരും ഉണ്ടല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഒരുത്തിന് അവിടെ മൂളി പോയി കിടക്കണ്ടല്ലോ. അതാര് ചേട്ടാ? പിന്നെ അത് ആളല്ല, പിന്നെ അത് നമ്മുടെ തമ്പുരു. തമ്പുരു ഏത് തമ്പുരു ആയാലും കുമ്പുരായാലും കൊള്ളാം. ചോറ് എന്തിനു എടുക്കാൻ പറ, കുറച്ച് ഞാൻ ചോറ് കിട്ടില്ല. ഓക്കെ? എവിടുന്ന് വരുന്നതാ? ഒന്ന് വേഗം പരിപാടി തുടങ്ങാൻ നോക്കി. അഭിവന്ദ്യ ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കേവർക്കും കൈതക്കാട് രമണന്റെയും സംഘത്തിന്റെയും 1000 = 10,000 അഭിവാദനങ്ങൾ. ദുർഗേ വന ദുർഗേ, ദുർഗേ വന ദുർഗേ, ദുർഗേ ദുർഗേ ദുർഗേ, കാത്തിടേണം ദുർഗേ, കാത്തിടേണം ദുർഗേ, കമ്മറ്റിക്കാർ കെട്ടിടാതെ കാശ് തരണം ദുർഗേ, കട്ടൻ കാപ്പി തരണം ദുർഗേ, ദുർഗേ ദുർഗേ ദുർഗേ. ഇന്നലെ കലാപ്രസംഗം
എനിക്ക് ഈ കഥാപ്രസംഗത്തിൻ്റെ ഇടയിൽ കൊച്ചു കൊച്ചു കച്ചവടങ്ങളൊക്കെ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. മരുന്ന് കച്ചവടം, ബുക്ക് കച്ചവടം, അങ്ങനെ കൊച്ചു കൊച്ചു. അപ്പോൾ ഇന്നലെ അവിടെ പരിപാടി ഇത് കഴിഞ്ഞ ശേഷം അമ്പലപ്പറമ്പിൽ നിറച്ച ആളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്ത് ശബ്ദമൊക്കെ അടഞ്ഞു പോയി. അതാണ്. ഇന്നലെ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ആളുകളെല്ലാം എണീറ്റ് പോയല്ലോ. അല്ല, നമ്മുടെ പരിപാടി തുടങ്ങിയപ്പോൾ ആളെണീച്ച് പോയാലും അമ്പലപ്പറമ്പിൽ നിറച്ച ആളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കച്ചവടം തന്നെ. വേണ്ട, കളി വേണ്ട. സഹൃദയരെ, ഇന്നലെ എൻ്റെ കഥ നടന്നത് മൂന്നാർ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്ന് എൻ്റെ കഥ നടക്കുന്നത് എവിടെയാണെന്ന്. കോയമ്പത്തൂരാണോ എന്ന്, അതോ കോലഞ്ചേരിയിലാണോ എന്ന്. എന്നാൽ ഇവിടെയൊന്നുമല്ല. ഇന്ന് എൻ്റെ കഥ നടക്കുന്നത് ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. എൻ്റെ കഥ പ്രശസ്ത ബംഗാളി നോവലിസ്റ്റായ റിക്കാർഡോ ഫെർണാണ്ടോയുടെ എൻ്റർ ദ ഡ്രാഗൺ എന്ന കൃതിയിൽ നിന്ന് മലയാള പരിഭാഷയായ എന്തിയടാ രാഘവ എന്ന കൃതിയുടെ ഏടിൽ നിന്നും മാന്തി പറിച്ചെടുത്ത് അവ വെയിലത്തിട്ടുണക്കി അതിൽ നവസാരം, ഇന്ദുപ്പ്, അല്പം കാരം, കൊത്തമല്ലി ഇവയെല്ലാം ചേർത്ത് സമമായി പൊടിച്ച് ഒരു കുപ്പിയിലാക്കി അതിൽ നിന്നും അല്പമെടുത്ത് കുറച്ച് ചൂടുവെള്ളവും തേച്ച് നന്നായി തിരുമി ശരീരമാസകലം പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു വ്രണങ്ങൾ, കുഷ്ഠങ്ങൾ, അവയുടെ പാടുകൾ ഇവയെല്ലാം മാറിക്കിട്ടും. ചെറിയ ബോട്ടിലിൻ്റെ വില 20 രൂപ, വലിയ ബോട്ടിൽ 50 രൂപ. ക്ഷമിക്കണം. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. നമ്മുടെ കഥ നടക്കുന്നത് ഇവിടെയൊന്നുമല്ല. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തായി ഭാരതം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായി സ്ഥിതി ചെയ്യുന്നു സഹാറ എന്ന് പറയുന്ന മരുഭൂമി. ആ മരുഭൂമിയുടെ നടുവിലൂടെ നമ്മുടെ ഭാരതപ്പുഴ കളകുള 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 കളകുളകള എന്ന് പറഞ്ഞ് നാണിച്ച് തലതാഴ്ത്തി ഒഴുകുകയാണ്. ഈ ഭാരതപ്പുഴയിൽ കുളിക്കുന്നവരുടെ കുളിസീനുകൾ എത്തി നോക്കി ആ ഗ്രാമത്തിനൊരു പേര് വന്നു, എത്യോപ്യ. ഈ എത്യോപ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം എത്യോപ്യ എന്നൊരു കൊച്ചു ഗ്രാമം, പച്ചയുടുപ്പിട്ട കൊച്ചു ഗ്രാമം എത്യോപ്യ എന്നൊരു കൊച്ചു ഗ്രാമം. പിച്ചക്കാർ വല്ലോരും തന്നതാണോ, ദൈവം തച്ചിലിരുന്ന് പണിഞ്ഞതാണോ, തച്ചിലിരുന്ന് പണിഞ്ഞതാണോ, തച്ചിലിരുന്ന് പണിഞ്ഞതാണോ, തച്ചിലിരുന്ന് പണിഞ്ഞതാണോ. സുഹൃത്തുക്കളെ, ഇത് പറയുമ്പോഴാണ് എനിക്കൊരു തമാശ ഓർമ്മ വന്നത്. ഒരു അടിപൊളി തമാശ. ഒരിക്കൽ ഞാനും എൻ്റെ സംഘവും കൂടെ പരിപാടി കഴിഞ്ഞ് കണ്ണൂർ ഒരു പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരികയായിരുന്നു. ആശാനെ, നമ്മുടെ പഞ്ചായത്ത് വിട്ട് എവിടെയും പോയിട്ടുണ്ടോ കണ്ണൂര് പോവാൻ? ആശാൻ തള്ളല്ലേട്ടാ. അല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഇതൊരു തമാശയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് ഈ പഞ്ചായത്ത് വിട്ട് എവിടെയും പോയിട്ടില്ല, നമ്മൾ കണ്ണൂര് പോയിട്ടില്ല. ഉറപ്പ്? ഇതാ പറഞ്ഞത്. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. അതാ പെട്ടെന്നൊരു ശബ്ദം. ആ ചെറ്റപ്പുരയുടെ വാതിൽ പതുക്കെ പുറത്തേക്ക് തുറന്നു. അതിൽ നിന്നും ആരോഗ്യ ദൃഢഗാത്രനും ഗോത്രനും സൂത്രനുമായ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അവനാണ് നമ്മുടെ കഥാനായകൻ. അവന്റെ പേരാണ് സുപ്രൻ. ഈ സുപ്രൻ പുറത്തേക്ക് നോക്കി, ആരുമില്ല. അവൻ മെല്ലെ മുന്നോട്ട് വന്ന് തൻ്റെ അരകിൽ തിരികിയിരുന്ന ഓടക്കുഴൽ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് മനോഹരമായി തബല വായിച്ചു. അല്ല, മനോഹരമായി വീണ വായിച്ചു. അതെ, അവൻ അതെടുത്ത് അത് വായിച്ചു. അതാ പെട്ടെന്നൊരു ശബ്ദം, ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. മുറ്റത്തൊരു മൈന. സുപ്രൻ തിരിഞ്ഞു നോക്കിയില്ല, മൈന ചമ്മിപ്പോയി.
മൈനയുടെ ഒരു കാര്യം. പാവം മൈന ചമ്മിപ്പോയി. ചമ്മലേറ്റ് വാങ്ങിയ മൈന ആരുടെയും മുഖത്ത് നോക്കാനാവാതെ നിൽക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ. ലോകത്തൊരു മൈനയ്ക്കും ഇങ്ങനെ ഒരു ഗതി വരുത്തരുത്. ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന, ചമ്മിപ്പോയി മൈന. അങ്ങനെ ചമ്മലേറ്റ് വാങ്ങിയ മൈന ആരുടെയും മുഖത്ത് നോക്കാനാവാതെ ആ സുപ്രനെ തെറിയും വിളിച്ചുകൊണ്ട് അങ്ങ് അകലേക്ക് പറന്നകന്നു. ഇത് കാക്കയല്ലേ? മൈന മൂത്താണല്ലോ കാക്ക. മൈന മൂത്താണ് കാക്കയാവുന്നത്. ഇത് എവിടുന്ന്? അതാ പെട്ടെന്നൊരു ശബ്ദം. ഇത്തവണ സുപ്രൻ തിരിഞ്ഞു നോക്കി. ആ ഒരു സുന്ദരിയാണല്ലോ വരുന്നത്. അടിമാലി ശാന്തയാണോ? അല്ല, തമ്മനം മേരിയായിരിക്കും. അല്ല, ഇവരാരുമല്ല. അതാണ് നമ്മുടെ കഥാനായിക. കഥാനായികയുടെ പേരാണ് അമ്മിണി. ഈ അമ്മിണി സുപ്രനെ കണ്ട് ഓടി വന്ന് പെട്ടെന്നൊരു കല്ലിൽ തട്ടി പടക്കോന്ന് തല താഴെ വീണു. സുപ്രൻ ഓടി വന്ന് ചോദിച്ചു, പെണ്ണേ നിനക്ക് എന്തു പറ്റി? അമ്മിണി പറഞ്ഞു, എൻ്റെ കാലൊന്ന് ഉളുക്കി. അല്ല, ഒടിഞ്ഞു കാണും. എൻ്റെ കാലൊന്ന് ഉളുക്കിയതാ. അല്ലല്ല, ഒടിഞ്ഞു കാണും. ഇങ്ങനെ സംശയം തോന്നുന്നവർ എൻ്റെ കയ്യിലുള്ള കളരി മർമാണി തൈലം ഒരൽപ്പം കയ്യിലെടുത്ത് നന്നായി തിരുമ്മി ഈ കയ്യിൽ ഇങ്ങനെ തേച്ചു കൊടുത്താൽ നല്ല സുഖമായിരിക്കും. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നീര് മാറിക്കിട്ടും. ഇതിൻ്റെ ചെറിയ ബോട്ടിലിൻ്റെ വില 50 രൂപ. വലിയ ക്ഷമിക്കണം. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. സുഹൃത്തുക്കളെ, അതാ അങ്ങോട്ട് നോക്കൂ. അല്ല, അങ്ങനെ താഴെ കിടന്നിരുന്ന അമ്മിണിയെ പതുക്കെ സുപ്രൻ കയ്യിൽ പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് തൻ്റെ മാറോടണച്ചുകൊണ്ട് ഇങ്ങനെ പാടി. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലുകൊണ്ടാലോലം, മാറോടണച്ചു പാടാം ആലോലം. അങ്ങനെ അതാരാണ് ആ മരുഭൂമിയുടെ അരികിൽ നിന്ന് ഓടി വരുന്നത്? ആരാണത്? ബാബു ആണോടാ? അല്ല, ആരുമല്ല. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു അറബിയായിരുന്നു. ഈ അറബിയുടെ പേരെന്താണെന്ന് അറിയണ്ടേ? മറ്റൊന്നുമല്ല, അൽകുലത്ത് അജീഷ് മോൻ. ഈ അറബി അമ്മണിയുടെ അടുത്ത് മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഹൽ ഹദിൽ സുഫല ഹലവ ഹവഹല ഓ സമഹല ഊ ഹലവല റഹമത. ആശാന അറബി എന്താ പറഞ്ഞു? ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ അറബി പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിലുള്ള ഈ അറബി പാൽക്കായം വാങ്ങും. അറബിയയിലെ നവാച്ചാൽ എന്ന മരത്തിൻ്റെ കറയാണ് ഈ അറബി പാൽക്കായം. ഇത് ഒരല്പമെടുത്ത്, ഒരു അരിമണി തൂക്കമെടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ അവർക്കുണ്ടാവുന്ന വയറുവേദന, വയറുകടി, വയറിളക്കം ഇതെല്ലാം മാറിക്കിട്ടും. ഇതിന് ചെറിയ ഡെപ്പിയുടെ വില 10 രൂപ, വലിയ ഡെപ്പി 20 രൂപ. ക്ഷമിക്കണം. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. അറബിയോട് താങ്ക്സും പറഞ്ഞ് സുപ്രനും അമ്മിണിയും പതുക്കെ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് പുറകെ നിന്ന് ഘോരമായൊരു വിളി. അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മറ്റാരുമല്ല, അമ്മിണിയുടെ അമ്മാവൻ ബിനുക്കുട്ടൻ. ഈ ബിനുക്കുട്ടനെ കണ്ട മാത്രയിൽ അമ്മിണിയും സുപ്രനും പെട്ടെന്ന് മുന്നോട്ടോടി. തൊട്ടുപുറകിൽ ബിനുക്കുട്ടൻ, മുന്നിലായി സുപ്രനും അമ്മിണിയും, തൊട്ടുപുറകിൽ ബിനുക്കുട്ടൻ, മുന്നിലായി സുപ്രനും അമ്മിണിയും. ഇങ്ങനെ അവർ ഓടി 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 അവർ വഴി അഴിയാതെ ഉഴയുകയാണ്. അല്ലല്ല, വഴി അഴിയാതെ ഉഴയുകയാണ്. അതെ, അവർ അതറിയാതെ അത് ചെയ്യുകയാണ്.
അങ്ങനെ അവർ വീണ്ടും ഓടി ഓടി അവർ 4 കൂടിയ ഒരു മുക്കവലയിൽ ചെന്ന് നിന്നു. മുന്നോട്ടൊരു വഴി, വലത്തോട്ട് വേറൊരു വഴി, ഇടത്തോട്ട് വേറൊരു വഴി, ഏത് വഴിക്ക് പോകണമെന്ന് ഒട്ടും അറിയുന്നില്ല. ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്നവർ എൻ്റെ കയ്യിലുള്ള ഈ ബുക്ക് വാങ്ങിക്കും. സഞ്ചാര സഹായി. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്, ട്രെയിൻ സമയം, ബസ് സമയം, ആരുടെയൊക്കെ ഫോൺ നമ്പർ വേണം, എല്ലാം ഈ ബുക്കിലുണ്ട്. ഓക്കെ, ഇതിൻ്റെ വലിയ ബുക്ക് ഇന്ന് വാങ്ങിക്കുന്നവർക്ക് ഒരു പോക്കറ്റ് ഡയറി ഫ്രീ. ആശാനെ റൂട്ട് മാറിപ്പോന്നു. ക്ഷമിക്കണം, ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇങ്ങനെ വെയിൽ കൊണ്ട് ഓടി ഓടി പാവം അമ്മിണിയുടെ മുഖം കറുത്ത് കരിവാളിച്ചൊരു വൃത്തികെട്ട രൂപത്തിലായി. ഇങ്ങനെ മുഖ കരിവാളിപ്പുള്ള സ്ത്രീകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ കയ്യിലുള്ള ഈ കുങ്കുമപ്പൊടി ഒരല്പം എടുത്ത് കയ്യിൽ നന്നായി തിരുമിയതിന് ശേഷം ഇതാ കാണിക്കൂ, ഇങ്ങനെ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് കുറച്ച് ദിവസം പോയി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ മുഖത്ത് നല്ല കാന്തി കിട്ടും. ചിലരുടെ പ്രശ്നം മുഖകാന്തി ആണെങ്കിൽ മറ്റു ചിലരുടെ പ്രശ്നം മുടികൊഴിച്ചിൽ. ആ മുടികൊഴിച്ചിലിന് എൻ്റെ കയ്യിലുള്ള ഈ പൊടി ഒരല്പം എടുത്ത് കയ്യിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ചതിന് ശേഷം തലവഴി ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ മുടികൊഴിച്ചിലും മാറിക്കിട്ടും. ചിലരുടെ പ്രശ്നം മുഖകാന്തി ആണെങ്കിൽ ചിലരുടെ പ്രശ്നം മുടികൊഴിച്ചിലാണ്. എന്നാൽ മറ്റു ചിലർക്ക് ഇതൊന്നുമല്ല പ്രശ്നം, മുഖക്കുരു. എന്ത് ചെയ്താലും മാറില്ല മുഖക്കുരു. അങ്ങനെയുള്ള സ്ത്രീകളോടോ യുവാക്കളോടോ യുവതികളോടോ എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ കയ്യിലുള്ള ഈ പൊടി എടുത്ത് ഈ പൊടി എടുത്ത് ഇങ്ങനെ തേച്ച് നന്നായിട്ട് മുഖത്ത് മുഴുവൻ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മുഖക്കുരു തനിയേ മാറിക്കിട്ടും. ഈ പൊടിയുടെ വില 3 രൂപ, ഈ പൊടിയുടെ വില 5 രൂപ, ഈ പൊടിയുടെ വില 10 രൂപ. ഈ പൊടി വാങ്ങിച്ചോളൂ, ഇതാണ് ലാഭകരം, ഈ പൊടിയാണ് ഏറ്റവും നല്ലത്. ക്ഷമിക്കണം. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. ഇന്ന് പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. അയ്യോ എന്താ പറ്റിയത്? ആ, ഈ പാവത്തിന് നിങ്ങൾ എന്തിനാ വെടിവെച്ചു? ഈ പാവത്തിന് ഇവന്റെ കഥാപ്രസംഗം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഞാൻ ബുക്ക് ചെയ്തതായിരുന്നു. സഹൃദയരെ, ഇതോടുകൂടെ എൻ്റെ കഴ കഴിഞ്ഞു. നാളെ കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി.